ഹായ് മക്കളെ, നമ്മള് ഇംഗ്ലീഷിൽ ഏതൊക്കെ ലെറ്റർ പഠിച്ചേ? എവിടം വരെയാ പഠിച്ചേ? എവിടെ വരെയാ പഠിച്ചത്? കെ വരെ പഠിച്ചല്ലേ? ഇനി അടുത്ത് എന്താ പഠിക്കാനുള്ളത്? എൽ. എൽ എങ്ങനെ എഴുതുന്നു നോക്കാം. കെ വരെ എല്ലാവരും പഠിച്ചായിരുന്നോ? പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. എല്ലാരും സ്ലേറ്റും പെൻസിലും എടുത്തോ. എന്നിട്ട് നമുക്ക് ഇസഡ് വരെ എഴുതിയിട്ട് വേണം 4 ലൈനിൽ എങ്ങനെ എഴുതുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലിലേക്ക് പോകാം. എൽ എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കാം. എൽ എഴുതുന്നത് നോക്കിക്കൊള്ളുക. ഇതാണ് എൽ. ആദ്യമേ നമ്മൾ ഇങ്ങനൊരു വര വരച്ചു. ഇത് കണ്ടോ? ഇതാണ് എൽ. കണ്ടോ? ഇതാണ് എൽ. നോക്കിക്കേ, ഈസി അല്ലേ? അതായത് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടൊരു വര വരച്ചു. കണ്ടോ? എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു വര വരച്ചു. ഇതാണ് എൽ. ഇതെന്താണ് എൽ? ഉറക്കെ പറഞ്ഞേ. എൽ. എൽ ഫോർ ലയൺ അല്ലേ? ലയൺ. എൽ ഫോർ ലയൺ. ഇതാണ് എൽ. ഒന്നും കൂടെ കാണിക്കാം കേട്ടോ മക്കളെ. നേരെ നമ്മളൊരു വര വരച്ചു. കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഒരു വര വരച്ചു. അത്രേ ഉള്ളൂ മക്കളെ. സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ചു. കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇങ്ങോട്ടൊരു വര വരച്ചു. അപ്പൊ വേഗം സ്ലേറ്റ് മനസ്സിലെടുത്തു. എടുത്തോ. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് താഴോട്ടൊരു വര വരച്ചേ. ഒന്നുപോലെ മുകളിൽ താഴോട്ട് വരച്ചല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ചെറിയൊരു വര. നോക്കിക്കേ, എൽ. ഈ വര ഒരുപാട് നീണ്ടു പോകരുത് കേട്ടോ. ഇങ്ങനെ ആകരുതേ, ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ എഴുതണം കേട്ടോ. ഒന്നും കൂടെ എഴുതിക്കേ. എൽ. 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 നോക്കിക്കേ, എൽ. 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 കണ്ടില്ലേ? ഒന്നും കൂടെ എഴുതിക്കോ മക്കളെ. ആദ്യമേ നമ്മളൊരു 1 ഇട്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറിയൊരു വര വരയ്ക്കണം. നോക്കിക്കേ, എൽ. 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 കണ്ടോ? ഇതാണ് എൽ. എൽ എല്ലാവർക്കും ഈസി ആയിട്ട് എഴുതാൻ പറ്റത്തില്ലേ? അടുത്തത് എം ആണ് കേട്ടോ പഠിക്കാനുള്ളത്. അത് ഇച്ചിരി ഒരു പാടാണ്, എന്നാലും നമുക്ക് നല്ല ഈസി ആയിട്ട് എങ്ങനെ പഠിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഈ എല്ലാവരും എഴുതി പഠിക്കണം കേട്ടോ. ഇതുവരെ നമ്മൾ പഠിച്ചതൊന്ന് നമുക്ക് എഴുതി നോക്കാം അല്ലേ? നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ അല്ലേ? ഇന്ന് പഠിച്ചത് എൽ. ഇത്രയും പഠിച്ചല്ലേ? എത്ര ലെറ്റർ നമ്മൾ പഠിച്ചു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചല്ലേ? അപ്പൊ നമുക്ക് എല്ല് വരെ നമ്മൾ പഠിച്ചല്ലേ? ഇനി കുറച്ച് ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ സ്മോൾ ലെറ്റർ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ അത് കൂടുതൽ നിങ്ങൾക്ക് സ്ട്രെസ് തരണ്ടായ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ലെറ്റേഴ്സ് വെച്ച് പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നത് കേട്ടോ. എന്നുള്ളൊരു അക്ഷരം എല്ലാവരും എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.